Good morning, students. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഓൺടർപ്രണേഴ്സ്. നമ്മൾ ഓൺടർപ്രണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ട്രേറ്റ്സും ഒക്കെ കണ്ടു, ഫീച്ചേഴ്സും ഒക്കെ. അപ്പം നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓൺടർപ്രണേഴ്സ്? Types of entrepreneurs based on the business. നമുക്ക് there is a various classification of the entrepreneurs. പല രീതിയിൽ നമുക്ക് ഓൺടർപ്രണർഷിപ്പിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് ബിസിനസ്. ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് നടത്തുന്നത് അതനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിലെ ഒന്നാമത്തേതാണ് ട്രേഡിംഗ് ഓൺടർപ്രണർ. As the name itself suggests, the trading entrepreneurs undertake the trading activities. But trading entrepreneurs എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തുന്ന ഓൺടർപ്രണേഴ്സ് ആണ്. അതായത് മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ബട്ട് ദേ ആർ ട്രേഡിംഗ് ദി activities are undertaken by this type of entrepreneurs. These are the middlemen as a wholesalers, dealers and retailers between manufacturers and customers. Manufacturers-നും customers-നും ഇടയിലുള്ള actually ഉള്ള retailers അല്ലെ wholesaler, that type of entrepreneurs ആണ് trading entrepreneurs എന്ന് പറയുന്നത്. നമ്മുടെ പേരിൽ തന്നെയുണ്ട് ട്രേഡിംഗ് entrepreneurs എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യുന്ന entrepreneurs ആണ്. Okay, second one, manufacturing entrepreneurs. Manufacturing entrepreneurs, അതിൻ്റെ നെയിമിലും തന്നെയുണ്ട്. The manufacturing entrepreneurs manufacture the product. ഇവർ മാനുഫാക്ചർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. The manufacturing entrepreneurs convert the raw materials into finished product. Raw materialsനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സ് ആണ് ആരെന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഓൺടർപ്രണേഴ്സ്. അപ്പം ഫസ്റ്റ് വൺ ട്രേഡിംഗ് ഓൺടർപ്രണർ, ട്രേഡിംഗ് ആക്ടിവിറ്റി ആണ്. മാനുഫാക്ചറിങ് ഓൺടർപ്രണേഴ്സ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ആണ്. അതായത് നമുക്കറിയാം റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുക ചെയ്യുന്ന ആരാണ് മാനുഫാക്ചേഴ്സ് ആണ്. ദെൻ തേർഡ് വൺ അഗ്രികൾച്ചറൽ എന്റർപ്രണേഴ്സ്. ഇതിന്റെ നെയിമിലും അത് എന്താണെന്നുള്ള കാര്യം സജസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. Agricultural entrepreneurs, these are entrepreneurs who undertake agriculture pursuits are called agricultural entrepreneurs. Agricultural activities ചെയ്യുന്നത് അവരാണ്. They cover wide spectrum of agricultural activities like cultivation, marketing, produce, irrigation, mechanization and technology. Different type, അതായത് agriculture ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിങ്ങോ കൾട്ടിവേഷൻ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഇറിഗേഷനോ അങ്ങനെയുള്ള എന്ത് കാര്യവും ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിനെ നമുക്ക് അഗ്രികൾച്ചറൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ ഇറിഗേഷൻ, മെക്കാനിസൈസേഷൻ, ടെക്നോളജി അതൊക്കെ അവിടെയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ സെക്ടറിൽ ടെക്നോളജീസ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിനെ നമുക്ക് അഗ്രികൾച്ചറൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ് അനുസരിച്ച് നമുക്ക് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നത്. First one trading, second one manufacturing and third one agriculture. Then second classification on the basis of use of technology. ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജി ആണ് ഉപയോഗിക്കുന്നതെന്നനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് ഓൺടർപ്രണേഴ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ദി ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ്, ദി ഓൺടർപ്രണേഴ്സ് ഹു എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ സയൻസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ഇൻഡസ്ട്രീസ് നടത്തുന്ന ഓൺടർപ്രണേഴ്സിനെയാണ് നമ്മൾ ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ്, സയൻസും ടെക്നോളജിയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനുകൾ അണ്ടർടേക്ക് ചെയ്യുന്ന exactly they use new and innovative method of production in the നമുക്കറിയാം സയൻസും ടെക്നോളജിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും ന്യൂ പ്രൊഡക്റ്റും ഇന്നോവേറ്റീവ് പ്രോഡക്റ്റും ആയിരിക്കും എവിടെ എത്തുക മാർക്കറ്റിൽ എത്തുക. സോ ടെക്നിക്കൽ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് അതായിരിക്കും. ദെൻ നോൺ ടെക്നിക്കൽ എന്റർപ്രണേഴ്സ്, ആ വേർഡിൽ തന്നെയുണ്ട് നോൺ ടെക്നിക്കൽ, അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒന്നും യൂസ് ചെയ്യാത്ത ഓൺടർപ്രണർ. ബേസ്ഡ് ഓൺ യൂസ് ഓഫ് ടെക്നോളജി, ദി ഓൺടർപ്രണേഴ്സ് ഹു ആർ നോട്ട് technical entrepreneurs are not technical non-technical entrepreneurs.
They are concerned with the use of alternative and imitative method of undertaking and distribution strategies. അതായത് അവരുടെ ബിസിനസ് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് അവർ ഇമിറ്റേറ്റീവ് ആയിട്ടും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബിസിനസ് സർവൈവ് ആൻഡ് ത്രൈവ് ഇൻ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതായത് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ പുതിയ ടെക്നോളജീസോ അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് ടെക്നോളജീസോ ഒന്നും ഉപയോഗിക്കില്ല. ഉള്ള കാര്യങ്ങൾ എന്താണോ മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അത് തന്നെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓൺട്രപ്രണേഴ്സ് ആണ് നോൺ ടെക്നിക്കൽ ഓൺട്രപ്രണർ. അപ്പൊ ബേസ്ഡ് ഓൺ ടെക്നോളജി ടെക്നിക്കൽ ഓൺട്രപ്രണേഴ്സും നോൺ ടെക്നിക്കൽ ഓൺട്രപ്രണേഴ്സും ഇതൊക്കെ ഇതിന്റെ വേർഡിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാര്യമാണ്. അടുത്ത ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്, ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ്. എ പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ് വൺ ഹു ആർ ഇൻഡിവിജ്വൽ സെറ്റ് ഓഫ് എ ബിസിനസ് എൻറ്റർ. ഹി ഓർ ഷീ ഇറ്റ്സ് സോൾ ഓണർ ഓഫ് എന്റർപ്രണർ ആൻഡ് ബിയർ എൻറ്റയർ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ. പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി. ഇപ്പം ഞാൻ സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങി, അത് പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ് ആണ്. അതായത് നമുക്ക് അവിടെ റിസ്ക് ഉണ്ടായാലും അവനാണെങ്കിലും അവളാണെങ്കിലും അവർക്ക് റിസ്ക് ഉണ്ടായാൽ ആരാണ് അവർ തന്നെ സഹിക്കണം. അവിടെ ഗവൺമെന്റോ മറ്റ് ജോയിന്റ് പാർട്ട്നേഴ്സ് ആരും ഉണ്ടായിരിക്കില്ല. അതായത് സ്വന്തമായി നമ്മൾ ഒറ്റയ്ക്ക് തുടങ്ങുന്ന ബിസിനസ് ആണ് പ്രൈവറ്റ് ഓൺട്രപ്രണർ. സ്റ്റേറ്റ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ വെൻ ട്രേഡിംഗ് ഓർ ഇൻഡസ്ട്രി വെൻ അണ്ടർടേക്കൺ ബൈ ദി സ്റ്റേറ്റ് ഓർ ഗവൺമെന്റ് ഇറ്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ് ഓൺട്രപ്രണർ. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർടേക്ക് ഗവൺമെന്റ് നടത്തുന്ന അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്റർപ്രണർ എന്ന് പറയുന്നത്. വെൻ ദി ട്രേഡിംഗ് ഓർ ഇൻഡസ്ട്രിയൽ വെഞ്ചർ ഈസ് അണ്ടർടേക്കൺ ബൈ ദി സ്റ്റേറ്റ് ഓർ ഗവൺമെന്റ് ആയിരിക്കും നടത്തുന്നത്. അടുത്ത ജോയിന്റ് ഓൺട്രപ്രണർ. വെൻ എ പ്രൈവറ്റ് ഓൺട്രപ്രണർ ആൻഡ് ഗവൺമെന്റ് ജോയിൻലി റൺ എ ബിസിനസ് സെന്റർ. ഇപ്പോൾ ഒരു പ്രൈവറ്റ് നമുക്കറിയാം ജോയിന്റ് നമ്മുടെ ജോയിന്റ് ഓൺട്രപ്രണർ ആണെങ്കിൽ ജോയിന്റ് അതായത് ഗവൺമെന്റും പ്രൈവറ്റ് വ്യക്തിയും കൂടെ ചേർന്നിട്ട് കൊണ്ടു നടക്കുന്ന ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ബിസിനസ്സിന് നമ്മൾ ജോയിന്റ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമലി പറയുന്ന രണ്ട് പേര് തമ്മിലുള്ള ബിസിനസ്സിനെയല്ല ജോയിന്റ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഗവൺമെന്റും പ്രൈവറ്റ് വ്യക്തിയും തമ്മിലുള്ള ഓൺട്രപ്രണർഷിപ്പാണ് നമ്മൾ എന്ത് പറയുന്നത് ജോയിന്റ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒറ്റയ്ക്ക് നടത്തുന്ന, പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഓരോ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനമാണ്. ഓക്കെ, പ്രൈവറ്റ്, സ്റ്റേറ്റ്, ജോയിന്റ്. ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ജെൻഡർ. ജെൻഡർ വൈസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെൻ ഓൺട്രപ്രണേഴ്സും വുമൺ ഓൺട്രപ്രണേഴ്സും. വെൻ ബിസിനസ് എന്റർപ്രൈസ് ആർ ഓൺഡ് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ മെൻ. ഒരു ജെൻസ് ആണ് ഒരു ഓർഗനൈസേഷൻ അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് നോൺ ആസ് മെൻ ഓൺട്രപ്രണേഴ്സ്. വുമൺ ഓൺട്രപ്രണേഴ്സ്. വെൻ വുമൺ ഓൺട്രപ്രണേഴ്സ് ആർ ഡിഫൈൻഡ് ആസ് ഓൺട്രപ്രണേഴ്സ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ വുമൺ ഓർ വുമൺ ഹാവിംഗ് മിനിമം ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് 51% ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഗിവിംഗ് അറ്റ് ലീസ്റ്റ് 51% of employment generated in enterprise to women. വുമൺ ഓൺട്രപ്രണറിനെ നമുക്ക് മൂന്ന് രീതിയിൽ നിന്നിട്ട് ഡിഫൈൻ ചെയ്യാം. ഒന്നെങ്കിൽ ഒരു സ്ഥാപനം ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്ന ഒരു വുമൺ ആണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ, അല്ലെങ്കിൽ മിനിമം ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് 51%, അതായത് 51% ക്യാപിറ്റൽ ഒരു വുമൺ ഓൺട്രപ്രണറുടെ കയ്യിലാണ്, ഒരു സ്ത്രീന്റെ കയ്യിലാണ് ഒരു സ്ഥാപനത്തിന്റെ. 51% കിട്ടിയ കൺട്രോൾ ആരുടെ കയ്യിലാണ്? ആ സ്ത്രീന്റെ കയ്യിലാണ്. ഇനി അതുമല്ല 51%, 51% ഓഫ് ടോട്ടൽ. നെക്സ്റ്റ് പറയുന്നത് 51%, 51% മൊത്തത്തിലുള്ള ക്യാപിറ്റലിന്റെ 51%. അടുത്തത് അറ്റ്ലീസ്റ്റ് 51% ഓഫ് എംപ്ലോയ്മെന്റ്, ജോലിന്റെ നമ്മുടെ മൊത്തത്തിലുള്ള എംപ്ലോയ്മെന്റിന്റെ 51% സ്ത്രീകൾക്കാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ സ്ഥാപനത്തിന് വുമൺ ഓൺട്രപ്രണർ എന്ന് പറയാം. ഒന്നെങ്കിൽ 51% ഓഫ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ഒരു വുമൺ ആയിരിക്കണം, അല്ലെങ്കിൽ 51% എംപ്ലോയ്മെന്റ് വുമൺ ആണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ വുമൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയാം. വുമൺ ഓൺട്രപ്രണേഴ്സ് ആണ്. ബേസ്ഡ് ഓൺ ജെൻഡർ, മെൻ ആൻഡ് വുമൺ. ഓക്കെ, നെക്സ്റ്റ്
Based on size of enterprises. Size of enterprise അനുസരിച്ച് നമുക്ക് പറയാം സ്മോൾ സ്കെയിൽ, മീഡിയം, ലാർജ് സ്കെയിൽ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. സ്മോൾ സ്കെയിൽ entrepreneurs, an entrepreneur who has made investment in plant and machinery up to 1 crore. 1 ലക്ഷം രൂപയുടെ വരെയുള്ള ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിരിക്കും. 1 crore to but below 5 crore. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപയുടെ താഴെയുള്ള ബിസിനസ് ആണ് നമ്മുടെ ക്യാപിറ്റൽ എങ്കിൽ മീഡിയം ആയിരിക്കും. Then large scale above more than 5 crore, 5 ലക്ഷം 5 കോടിയായിട്ട് എല്ലായിടത്തും 5 കോടിയിലേറെ എമൗണ്ട് ആണ് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ദാറ്റ്സ് എ ലാർജ് സ്കെയിൽ ഓൺട്രപ്രണേഴ്സ്. അപ്പം മീഡിയം, സ്മോൾ സ്കെയിൽ 1 കോടി രൂപ വരെ, മീഡിയം എന്ന് പറയുമ്പോൾ 1 കോടി രൂപ തൊട്ട് 5 കോടി രൂപ വരെയാണ് മീഡിയം. 5 കോടി രൂപയുടെ മേലെയാണെങ്കിൽ ലാർജ് സ്കെയിൽ ബിസിനസ് ഓൺട്രപ്രണേഴ്സ് ആയിരിക്കും. Then next, based on Clarence Danforth classification, it's a person. ഒരു പേഴ്സന്റെ ഒരു സ്റ്റഡി, അതായത് ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്ലോറൻസ് ഡാൻഹോഫ് എന്ന് പറയുന്നത്. 1949 ഓൺ ദി ബേസിസ് ഓഫ് ഹിസ് സ്റ്റഡി അമേരിക്കൻ അഗ്രികൾച്ചർ ക്ലാസിഫൈഡ് ദി എന്റർപ്രണേഴ്സ്. അതായത് ക്ലാരൻസ് ഡാൻഹോഫിന്റെ സ്റ്റഡി അനുസരിച്ച് ഓണ്ടർപ്രണേഴ്സിനെ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ക്ലോറൻസ് ഡാൻഹോഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ പേരാണ്. അതായത് വുമൺ എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് ആണ്. ആൻഡ് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് ആർ ഹു വൺ ഇൻട്രൊഡ്യൂസ് ന്യൂ ഗുഡ്സ്, inaugurate new methods of production, discover new market and reorganize the entrepreneur. Innovative entrepreneurs എന്ന് പറഞ്ഞാൽ പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പുതിയ മെത്തഡോളജികൾ ഇൻട്രൊഡ്യൂസും ഇനാഗ്രേറ്റ് ചെയ്യുകയും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കുകയും അത്തരത്തിലുള്ള എല്ലാം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞത്. കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇന്നോവേറ്റീവ് ആണ്, പുതിയതായിട്ട്. ദെൻ ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണേഴ്സ്, വാക്കിൽ തന്നെയുണ്ട് ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണേഴ്സ്. ദേ ആർ ഇമിറ്റേറ്റിംഗ് അതേഴ്സ്. These are characterized by readiness to adopt successful innovations inaugurated by innovating entrepreneurs. അതായത് പുതിയ ഇന്നോവേറ്റീവ് എന്റർപ്രണേഴ്സ് കണ്ടുപിടിച്ച് സക്സസ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നവരാണ് ഇമിറ്റേറ്റീവ്. ഇവർ പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കുകയൊന്നുമില്ല. ഇമിറ്റേറ്റീവ് എന്റർപ്രണേഴ്സ് ഡു നോട്ട് ഇന്നോവേറ്റ് ദി ചേഞ്ചസ് ദെൻ, ദേ ഓൺലി ഇമിറ്റേറ്റ് ദി ടെക്നോളജി ആൻഡ് ടെക്നിക്സ് ആൻഡ് ടെക്നോളജി ഇന്നോവേറ്റഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അല്ലാണ്ട് ഇവരായിട്ട് പുതിയ ടെക്നോളജി ഒന്നും കണ്ടുപിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അതാണ് ഇമിറ്റേറ്റീവ്. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരെ അനുകരിക്കുന്നവരാണ്. ഇന്നോവേറ്റീവിനെ അനുകരിക്കുന്നവരാണ്. ഓക്കെ. ദെൻ മൂന്നാമത്തെ ഫാബിൻ ഓൺട്രപ്രണേഴ്സ്. ഫാബിൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാബിൻ ട്രഡീഷണൽ ഇൻ നേച്ചർ. നമ്മൾ പഴയ കാലം തൊട്ട് എങ്ങനെയാണോ പോരുന്നത് അതേ രീതിയിൽ തന്നെ എന്നും പോകുന്ന ഓൺട്രപ്രണർ. ദേ ആർ നോട്ട് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഐഡിയാസ് ഓർ മെത്തേഡ്സ്. പുതിയ ഐഡിയാസും മെത്തേഡ്സും ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റിസ്ക്. അതായത് പുതിയ ഐഡിയാസും പുതിയ ടെക്നോളജീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോർമലി ബിസിനസ്സിൽ എന്തുണ്ടാവും, റിസ്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കും, വീണ്ടും റിസ്ക് ഉണ്ടാവും. അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത, എന്നും നമ്മൾ ട്രഡീഷണൽ വേയിൽ പണ്ടെന്നോ തുടങ്ങിയപ്പം എന്തൊക്കെ ടെക്നോളജീസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ മുന്നോട്ട് പോകും. ദേ ആർ ഷൈ ആൻഡ് ലേസി. വളരെ എന്താ പറയുന്ന ലേസി ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഫാബിൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് റിസ്ക് എടുക്കാനൊന്നും റെഡിയല്ല, എനിക്കൊരു ബിസിനസ് വേണം അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകണം. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്. ദീസ് ആർ ക്യാരക്ടേഴ്സ് refusal to adopt opportunities to make changes in production form even the cost of service introduced a return relative to their life product. അതായത് ഇവരും പുതിയതായിട്ട് ടെക്നോളജീസ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്യാത്ത പേഴ്സൺസ് തന്നെയാണ്. സച്ച് ഓൺട്രപ്രണർ may even suffer from losses but they are not ready to make changes their existing. അപ്പോൾ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ടെക്നോളജീസിന് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്ഡേറ്റ് ആവുന്നില്ല അല്ലെ, നമ്മൾ ഔട്ട് ഓഫ്
മാർക്കറ്റ് ആകും. ആ ഒരു സമയത്ത് അവർക്ക് നഷ്ടം ഉണ്ടാവാം, ലോസ് ഉണ്ടാവാം, സഫർ ഫ്രം ലോസ്, ബട്ട് ദേ ആർ നോട്ട് ചേഞ്ച്. പക്ഷെ എന്നാലും അവർ ചേഞ്ച് ചെയ്യില്ല അവരുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ മെത്തേഡ്സ്. ദീസ് ആർ ദി ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഫാബിൻ എന്ന് പറയുന്ന തിരെ ചേഞ്ചസ് ഒന്നും ചെയ്യാത്ത മടിയന്മാരായിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ആണ്. ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ എന്നോ ഉപയോഗിച്ച ടെക്നോളജി ഒക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീനെ ഒന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊന്നും ആയിട്ട് മുന്നോട്ട് വരാത്ത ആൾക്കാരാണ് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്. ഫാബിൻ ഓൺട്രപ്രണേഴ്സും ഡ്രോൺ ഓൺട്രപ്രണേഴ്സും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഫാബിൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഇൻ നേച്ചർ ആയിരിക്കും. ദേ ആർ നോട്ട് ഇൻട്രൊഡ്യൂസിങ് എനി ന്യൂ ഐഡിയാസോ മെത്തേഡ്സ് ഒന്നും. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ടെക്നോളജി ഒക്കെ കുറച്ചൊക്കെ അഡോപ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീനെ അപ്പപ്പോൾ കണ്ടെത്തി എന്ത് ചെയ്യില്ല, എക്സ്പ്ലോയിറ്റ് ഒന്നും ചെയ്യില്ലാത്ത പേഴ്സൺസ് ആണ് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദി മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക, പെട്ടെന്ന് പഠിക്കുക, എല്ലാതും വേർഡിൽ തന്നെ ഉണ്ട്, കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാം. ഓക്കെ, ബൈ.